കൊല്ലം മേയർ ഹണി ബെഞ്ചമിന് വധഭീഷണി. കത്തിയുമായി വീടിന് സമീപത്തെത്തിയ യുവാവാണ് ഭീഷണി മുഴക്കിയത്. യുവാവ് എത്തുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഉണ്ട്, അത് കത്തിയാണെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കത്തിയുമായി എത്തി ഭീഷണി മുഴക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സുജിത്ത്, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരാൾ വരുന്നു, മേയർക്കെതിരെ വധഭീഷണി മുഴക്കിയെന്നാണ്. ഇത് ആരാണ് ഇയാൾ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇതിനോടകം ലഭ്യമായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇതൊരു കേസായി മാറിയിട്ടുണ്ട്, പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട് മേയർ എന്നുകൂടി അറിയുന്നു. വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഇന്നലെ രാവിലെ 7:15 ആണ് ഇത്തരത്തിൽ ഒരാൾ ജീൻസ് പാൻറ്റും അതുപോലെ തന്നെ ഒരു ടീഷർട്ടും തൊപ്പിയും ധരിച്ചുകൊണ്ട് മേയറുടെ വീടിനടുക്കിലേക്ക് എത്തിയത്. കയ്യിൽ ആയുധമുണ്ടായിരുന്നു. ഇയാൾ വൈദ്യശാല ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടെ ചിലരോട് വഴി ചോദിക്കുകയായിരുന്നു. മേയറുടെ വീട് ഏതാണെന്ന് ചോദിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇതുവഴി വന്ന ഒരു മത്സ്യ വിൽക്കാനെത്തിയ ഒരു യുവതി അവർ ഈ വീട്ടിലേക്ക് എത്തുകയും മേയറോട് ഈ കാര്യം പറയുകയുമായിരുന്നു. അതിനുശേഷം ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ CCTV പരിശോധിച്ചപ്പോഴാണ് അതിലെ ദൃശ്യങ്ങളിൽ ഇയാൾ ആയുധവുമായി എത്തിയതുള്ള കാര്യം മനസ്സിലായത്. അതിനുശേഷം മേയർ ഹണി ബെഞ്ചമിൻ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച ഇത് സംബന്ധിച്ച് പരാതി അറിയിക്കുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുകയാണ്. ഈ യുവാവിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം മേയർ പറയുന്നത് ഇത്തരത്തിലൊരാളെ തനിക്ക് അറിയില്ല, അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല, ഇയാൾ തൻ്റെ വാർഡിലുള്ള ആളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ ഒരു ഭീഷണി മുടക്കേണ്ട ഒരു സാഹചര്യം ഇല്ല, ഈ ആളെക്കുറിച്ച് തനിക്ക് യാതൊന്നും തന്നെ അറിയില്ല എന്നുമാണ് മേയർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. യുവാവിനെ പിടികൂടുന്നതിനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രജിത്ത്, ശരി. സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്നും.